നമസ്കാരം. ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് ചാമ്പ്യനായി കേരളത്തിലെ സെലിബ്രിറ്റിയായ റിയാലിറ്റി ഷോ താരമാണ് അഖിൽ മാരാർ. ഇതൊന്നും അറിഞ്ഞില്ലേ? കൊട്ടാരക്കരക്കാരനായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. കോൺഗ്രസുമായി അദ്ദേഹത്തിന്റെ ബന്ധം പരസ്യമാകുന്നത് വരെ അദ്ദേഹത്തെയും സംഘി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ വിളിച്ചിരുന്നത്. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. എന്നാൽ ആ പേരുദോഷം മാറാൻ വേണ്ടിയാവാം കോൺഗ്രസുമായുള്ള തന്റെ ബാന്ധവം അദ്ദേഹം പരസ്യമാക്കി തുടങ്ങി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. എന്നിട്ടും അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ആഘോഷിച്ചിരുന്നവരിൽ ഭൂരിപക്ഷം സംഖ്യകളാണ്. കാരണം ദേശസ്നേഹവും രാജ്യസ്നേഹവും ഏറെയുള്ള പോസ്റ്റുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടോക്ക് വെറുതെയല്ലോ. പിണറായി വിജയന്റെ കാര്യം നമുക്കൊക്കെ അറിയാം. പകവീട്ടാൻ അവസരം കാത്തിരിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലേറെ തവണ അഖിൽ മാരാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ പിണറായി തയ്യാറായിട്ടുണ്ട്. അയ്യോ, കഷ്ടമായി പോയി. അഖിൽ മാരാരുടെ പ്രസ്താവന ഒട്ടും ശരിയായില്ല. അദ്ദേഹം രാജ്യത്തെക്കാൾ കൂടുതൽ താല്പര്യം തന്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് കൊടുത്തു എന്ന് നിലപാടെടുത്ത് വീഡിയോ ചെയ്തയാളാണ് ഞാൻ. അതേ പ്രസ്താവനയുടെ പേരിലാണ് BJP പരാതി കൊടുത്തതും കേരള പോലീസ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തതും. അഖിൽ മാരാർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 152ാമത്തെ വകുപ്പ്, പഴയ IPCയിലെ 124A എന്ന വിവാദ വകുപ്പ്. അതന്നത്തെ ചോരത്തിളപ്പിന്